ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുനിത. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ മുറ്റത്തെ ചെടികളാണ്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാട്ടോ ഞങ്ങളുടെ വീട്ടിലെ മൊത്തത്തിലുള്ള ചെടികളുടെ ഒരു വ്യൂ. ഇത് ഞങ്ങൾക്ക് അധികം മിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൗകര്യക്കുറവായതുകൊണ്ട് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഹോളോ ബ്രിക്സ് വെച്ചിട്ട് സ്റ്റെപ്പ് പോലെ കെട്ടിയിരിക്കുന്നത് 3 സ്റ്റെപ്പായിട്ടാണ് പണിതിരിക്കുന്നത്. ആ ചെടികളോടുള്ള ഭ്രാന്ത് കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെ എനിക്ക് ചെയ്ത് തന്നതാട്ടോ. ഹോളോ ബ്രിക്സ് വെച്ചിട്ട് ആൾ തന്നെ പണിത് ഞങ്ങൾ രാത്രി 1 മണി നേരത്തൊക്കെയാണ് ഞങ്ങളിത് ചെയ്തിരുന്നത്. കാരണം ആൾ വർക്കിന് പോയിട്ട് വരുമ്പോൾ നേരം വൈകും, പിന്നെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങും. അങ്ങനെ ഈ സ്റ്റെപ്പ് ഫുള്ള് അങ്ങനെ കെട്ടിയ ശേഷമാണ് ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ വെക്കാൻ പറ്റും കേട്ടോ. വീട്ടിലോട്ട് വരുന്ന വഴിയാട്ടോ. ഈ വഴിയുടെ 2 സൈഡിലായിട്ട് ഞാൻ ചെടികൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഞാൻ റെഡ് പ്ലാന്റും മറ്റേ സൈഡിൽ സ്പൈഡർ പ്ലാന്റുമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരേ ഇതിൽ നമ്മൾ ചെടികൾ വയ്ക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഞാൻ നമ്മുടെ ഒരു പെയിൻറ്റ് മേടിച്ചിട്ടുള്ള ടിന്നില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. അതിൽ ഞാൻ ചെടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുപ്പി മുറിച്ചിട്ട് ഇതുപോലെ പശുവിൻ്റെ തല പോലെയൊക്കെ ആക്കിയിട്ട് അതിൽ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഈ സ്റ്റെപ്പ് പോലെ കെട്ടിയിരിക്കണതില്ലേ, അതിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ ഏറ്റവും മുകൾ ഭാഗത്ത് ഞാൻ ഈ ബോഗൺവില്ലകളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അതിൻ്റെ തന്നെ വെറൈറ്റീസുകളാണ്. അത് പല കളറായിട്ട് ഞാൻ അങ്ങനെ മിക്സഡായിട്ട് അങ്ങനെ വെച്ചതാണ്. അത് കുറേ പേരുകളുണ്ട്. എനിക്ക് അതിൻ്റെ ഒന്നും പേരുകൾ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിലായിട്ട് ഞാൻ അടീനിയും അങ്ങനെ വേറെ ചില അങ്ങനെ ചെടികളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടീനിയം നമുക്ക് അധികം അങ്ങനെ വെറൈറ്റീസ് പറയാനില്ല. 3 ഇത് മാത്രമേ ഉള്ളൂ നമ്മളിൽ. 3 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ഒന്ന് സാധാരണ, പിന്നെ നല്ല കൂടുതൽ പെറ്റൽസ് വരണ അങ്ങനത്തെ ഒരെണ്ണം, പിന്നെ ഒരു വെള്ളയും റോസും മിക്സ് ആയിട്ടുള്ള ഇത്. നമ്മൾ നനയ്ക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതിൽ വെള്ളം കെട്ടി നിൽക്കാണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഞാൻ കൂടുതലും ഞാൻ മണലാണ് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്. ആയിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നമ്മൾ മണലായിരിക്കും കൂടുതൽ ഇടേണ്ടത്. അതാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വാർന്ന് പൊക്കോളും. ഇതിലും വെള്ളം കെട്ടി നിൽക്കാനൊന്നും പാടില്ല കേട്ടോ അധികം. പക്ഷേ നല്ലോണം ഫ്ലവർ ഉണ്ടാവുന്നതാണ്. ഇത് പുതിയത് വാങ്ങി കൊടുക്കുന്ന ആൾ ആരപ്പോൾ എൻ്റെ കൂടെ നിന്നുകൊണ്ടാണെന്നറിയില്ല, ആൾക്കും ചെറിയ ഭ്രാന്ത് വന്നു തുടങ്ങി ചെടിയുടെ. അപ്പോൾ കാണുമ്പോൾ എവിടെയെങ്കിലും നഴ്സറിയിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് വാങ്ങിക്കൊണ്ടിരും. ഈ മാൻഡോലിക്ക് നല്ല വിലയുണ്ട് കേട്ടോ. 300 രൂപയാണ് വാങ്ങിയത് നഴ്സറിയിൽ. ഇത് നമ്മുടെ ജറബറയുടെ വെറൈറ്റി ആട്ടോ. ഇതിലായാലും ജറബറയായാലും നമുക്ക് വെള്ളം കെട്ടി നിൽക്കാണ്ട് നോക്കണം. ഇത് നമ്മുടെ കൊങ്ങിണിപ്പൂവില്ലേ, അത് വള്ളി പോലത്തെ കൊങ്ങിണിപ്പൂവാണ്, കൊങ്ങിണിച്ചെടി. അത് ഞങ്ങൾ ഈ കണിക്കൊന്നര മുകളിലാണ് ഇതിനെ പടർത്തി വിട്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിയതാട്ടോ. മണ്ണുത്തിയിലാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഇത് തല പോലത്തെ മേടിച്ചതിൽ അതിൽ ചെടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ തട്ടിൽ വൈൻ പോലത്തെ ഒരു ചെടി അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ കേട്ടോ അത്. എന്നുവെച്ചാൽ നല്ല രസമാണ്. ഒരേപോലെ ഇങ്ങനെ വെട്ടി നിർത്തിയ പോലെയാണ് ഈ ചെടികൾ നിൽക്കുന്നത്. ഈ സ്റ്റെപ്പിൽ കാണുന്ന ചെടികൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റുകളാണ് കേട്ടോ. അതിങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ കാണാൻ നല്ല രസമല്ലേ. പലരും ഇതുപോലെ കുപ്പി വെച്ചിട്ടും ചിരട്ട വെച്ചിട്ടൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതുപോലെ ചെയ്താലോ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇത് ഫാനിൻ്റെ കോപ്പയാണ്, നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ കോപ്പയില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഹസ്ബൻഡാണെങ്കിൽ ഫാനിൻ്റെ വർക്കാണ്.
അപ്പോൾ ഇതുപോലെ പഴയ കോപ്പകൾ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇതിൽ വേറെ ആൾക്കാർ വന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരവരെ വീട് കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ തേനീച്ചകൾ. ചെറുതേനാണ്, ചെറുതേൻ്റെ തേനീച്ചകളാണ്. ഫ്രണ്ട് വശത്ത് തന്നെ ആയിട്ട് ഞാൻ ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അഗ്ലോണിമ, ചെറബറ, ആവുമരി, ഈ അഗ്ലോണിമയുടെ തന്നെ വെറൈറ്റി, പിന്നെ കലാത്തിയ, അങ്ങനെയൊക്കെ ഓരോ ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ. ഇത് സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഇത് നമ്മുടെ കുപ്പികളാണ്, മിഠായി കുപ്പികളാണ്. അതിൽ ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലെ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കൊങ്ങിണി ചെടിയാട്ടോ. ഇത് ഞങ്ങൾ താഴത്ത് കുഴിച്ചിട്ടതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇതിൽ ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ബോട്ടിൽ നടന്നതും നമുക്ക് താഴെ നടന്നതും നല്ല വ്യത്യാസമുണ്ട്. താഴെ നടുമ്പോൾ ഒരുപാട് ഫ്ലവർ ഉണ്ടാവും, വേരോട്ടം അങ്ങനൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കാശ്മീർ റോസാണ് കേട്ടോ. കാശ്മീർ റോസ് നമുക്ക് ഏത് സീസണിലും പൂവ് തരുന്ന ഒരു ഇതാട്ടോ. നമുക്ക് മറ്റേ നാടനും അല്ലെങ്കിൽ മറ്റ് റോസുകളാണെങ്കിൽ നമുക്കങ്ങനെ എപ്പോഴും ഫ്ലവർ കാണില്ല. ഇത് ബോഗൺവില്ലയുടെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഈ അടുത്ത് വാങ്ങിയത് തന്നെയാണ്. ഇത് നമ്മുടെ ചെറബറയാണ്. ഇത് ഞങ്ങൾ ഒരു കൊല്ലം തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ അതിൻ്റെ കിഴങ്ങ് കൊടുന്നിട്ട് നട്ടിട്ട് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ നല്ലോണം കുഴപ്പമില്ല, അത് നല്ലോണം നന്നായി വരുന്നുണ്ട് ഇപ്പോൾ. ഇത് നമ്മുടെ പിങ്ക് തെച്ചിയാണ് കേട്ടോ. അതൊരു വട്ടം നല്ലോണം എല്ലാം ചീഞ്ഞ് പോയി. ഒരു മഴ സമയത്ത്, മഴ അധികം കൊള്ളാൻ പറ്റില്ല, മഴ സമയത്ത് ചീഞ്ഞ് പോയിട്ട് പക്ഷെ ഒരു ചെറിയൊരു തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പിന്നെ മഴയത്തു നിന്നൊക്കെ മാറ്റി വെച്ചപ്പോൾ പിന്നെ അതിൽ നിന്ന് പൊടിച്ച് നല്ല ഇതായിട്ട് ഇപ്പോൾ നല്ല കുഴപ്പമില്ലാണ്ട് നല്ല കരുത്തിൽ വരുന്നുണ്ട്. ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ, വേറൊരു കളറ്. ഇത് നമ്മുടെ കൊങ്ങിണി ചെടി തന്നെ. ഇതുപോലെ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു കൊമ്പ് കൊണ്ട് കുത്തിയതാട്ടോ. അപ്പോൾ അത് ഫ്ലവർ ഇട്ടു. ഇനിയൊക്കെ കൊങ്ങിണിയുടെ തന്നെ യെല്ലോയും റെഡും പിങ്കും അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ. നമ്മുടെ പെറ്റോണിയ ചെടിയാട്ടോ. അതിൻ്റെ 2 കളറാണ് നമ്മുടെ ഉള്ളത്. ഇതുപോലെ തന്നെ മണ്ണുത്തി നഴ്സറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന കേട്ടോ. 50 രൂപയാണ്. കുഞ്ഞൊരു ചട്ടിയിൽ നമുക്ക് 50 രൂപയ്ക്ക് ഇത് കിട്ടും. ഇത് ചെറിയ ചട്ടിയിൽ നിന്ന് നമ്മൾ വലിയ ചട്ടിയിലേക്ക് ആക്കുമ്പോഴാണ് അത് കൂടുതൽ ഫ്ലവർ ഇടുന്നതും വേര് ഓടുന്നതൊക്കെ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട്, ഇപ്പം അധികം ഞാൻ പറഞ്ഞല്ലോ അധികം സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വേലിയുടെ സൈഡിൽ ആയിട്ട് ചെറിയൊരു ഇതിൽ സൈഡിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുള്ള ചെടികളാട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ.